ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി IELTS ജർമ്മൻ OET PTA മുതൽ എല്ലാ കോഴ്സുകളും വെറും 5000 രൂപയ്ക്ക്. ഈ ഓഫർ ആദ്യത്തെ 50 രജിസ്ട്രേഷനുകൾക്ക് മാത്രം. ഭാമാസ് റൂട്ട്സ് അക്കാഡമി, ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, കോതമംഗലം. ഭൂതത്താൻകെട്ട് പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതിയിലെ 0 പോയിന്റ് മുതൽ ചെമ്മീൻകുത്ത് വരെയുള്ള കനാൽ ബണ്ട് റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് തദ്ദേശവാസികൾ നിവേദനം നൽകി. 500ഓളം പേർ ഒപ്പിട്ട ഭീമാ ഹർജിയാണ് ജനങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത്. ഭൂതത്താൻകെട്ട് പെരിയാർ വാലി ഇറിഗേഷൻ പദ്ധതിയിലെ 0 പോയിന്റ് മുതൽ ചെമ്മീൻകുത്ത് വരെയുള്ള കീരമ്പാറ പിണ്ടിമന വില്ലേജിലൂടെ പോകുന്ന മെയിൻ കനാൽ ബണ്ട് റോഡ് എത്രയും പെട്ടെന്ന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഭൂതത്താൻകെട്ട് പെരിയാർ വാലി സബ് ഡിവിഷൻ ഓഫീസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും പെരുമ്പാവൂർ ഡിവിഷൻ ഓഫീസിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കും തദ്ദേശവാസികൾ ഭീമ ഹർജി നൽകിയത്. കോതമംഗലം താലൂക്ക് പിണ്ടിമന പഞ്ചായത്തിൽ പെരിയാർ വാലി മെയിൻ കനാൽ ബണ്ട് റോഡ് തകർന്നിട്ട് 5 വർഷം കഴിഞ്ഞു. പകുതി കുണ്ടും കുഴിയുമായി തകർന്നു കിടന്ന റോഡ് 2023 ഡിസംബറിൽ റോഡ് പണി തുടങ്ങുന്നതിന്റെ ഭാഗമായി ബാക്കി പകുതി കൂടി താറുമാറാക്കിയതിനു ശേഷം ടാറിംഗ് തുടങ്ങാത്തതിനാൽ റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി തീർന്നിരിക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 1 കൊല്ലത്തോളമായി. ഇപ്പോൾ നേരത്തെ ടെൻഡറൊക്കെ ആയി കിടക്കാന്നൊക്കെ പറഞ്ഞിട്ടോ, നമ്മൾ എയ്ഡ് എടുത്തൊക്കെ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെയാ കേട്ടെ. പക്ഷെ എന്നിട്ട് ഒരു നടപടിയൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നാട്ടുകാർക്ക് പ്രതിഷേധിക്കാൻ ഒന്നാമതിപ്പോൾ ആരെയും കിട്ടുന്നില്ല. ആൾക്കാരൊന്നും ഇതിനകത്തേക്ക് ഇറങ്ങി പ്രതിഷേധിക്കാത്തതുകൊണ്ടാണ് ഇതിന്റെ അവസ്ഥ എങ്ങനെ നടക്കുന്നത്. ഇപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ എല്ലാവർക്കും നോക്കിയാൽ തന്നെ കാണാം. ഇപ്പോൾ ചെറുകിട വണ്ടികളല്ല, ബൈക്കൊക്കെ പോകണമെങ്കിൽ തന്നെ ഈ കനാലിന്റെ സൈഡിൽ കൂടെയാണ് ആൾക്കാർ പോകുന്നത്, വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു പാളിച്ച് പറ്റി കഴിഞ്ഞാൽ വണ്ടി കനാലിൽ കിടക്കും. അപ്പോൾ ഇത്രയും നിരുത്തരവാദപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ നാട്ടുകാർ പ്രതിഷേധിക്കണം. റോഡിന്റെ അവസ്ഥ വളരെ ശോചനീയാവസ്ഥയാണ്. ഇതിലൂടെ യാത്ര ചെയ്യാന്ന് വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളായിട്ട് വരുവാന്ന് വളരെ ബുദ്ധിമുട്ടാണ്. കട്ടറല്ലേ, ഫുള്ള് കട്ടറല്ലേ. 10 മാസം മുൻപ് MLA ഉദ്ഘാടനം നിർവഹിച്ച റോഡ് പണി 2 ദിവസത്തെ പണി കഴിഞ്ഞ് നിർത്തിപ്പോയത് ഈ റോഡ് നേരിട്ടുപയോഗിക്കുന്ന 300ഓളം കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളുടേതടക്കം നിരവധി വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡ് എത്രയും വേഗം സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് ആവശ്യം. റോഡ് ഉപയോഗിക്കുന്ന 500ഓളം പേരുടെ ഒപ്പുശേഖരണത്തിന് ഡിസംബർ 1 മുതൽ ഷോജി ജോസഫ്, ബിജു പുതുക്കയിൽ, സിറിൽ മാത്യു, ബിജു പുത്തേത്ത് എന്നിവർ നേതൃത്വം നൽകി. ജെയ്മോൻ തൊമ്പ്ര, ജോബി നിരവത്ത്, ജോസ് കാഞ്ഞിരക്കാട്ട്, സജി തോമസ്, ഷോജി, ബിജു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ PVIP അധികാരികൾക്ക് ഭീമ ഹർജി നൽകി. പരാതി പരിഗണിക്കാമെന്നും റോഡിന്റെ പണി ദ്രുതഗതിയിൽ പുനരാരംഭിക്കാനുള്ള ശ്രമം ചെയ്തു നൽകുമെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയിരുന്നു. പരാതിയിന്മേൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ തദ്ദേശവാസികളായ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്ന് ഒപ്പുശേഖരണത്തിന് നേതൃത്വം നൽകിയ ഷോജി കണ്ണമ്പുഴ, ബിജു പുത്തേത്ത് എന്നിവർ പറഞ്ഞു. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.